ഏറ്റുപറയാൻ സ്തോത്രം. ഈ 3 അനുഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് അവന്റെ പേര് മാറ്റിയിട്ടു. എന്താ പേര്? ഇനി സക്കായി എന്നല്ല, അബ്രഹാമിന്റെ മകൻ. ഇവൻ അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. സ്തോത്രം. ശ്രദ്ധിക്കൂ, വീട് രക്ഷപ്പെടണമോ, നീ അനുഗ്രഹിക്കപ്പെടണമോ, നീ അബ്രഹാമിന്റെ മകനായി മാറണം, അബ്രഹാമിന്റെ മകളായി മാറണം. എന്താ അബ്രഹാം എന്ന് പറയുന്ന? സ്തോത്രം. അബ്രഹാം ദൈവം വിളിച്ചിറക്കിയ ദൈവദാസന്. അബ്രഹാമിന്റെ മകൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ യഹൂദൻ എന്നർത്ഥം, യഥാർത്ഥ ദൈവപൈതൽ എന്നർത്ഥം. ഇന്ന് രാത്രി നീ യഥാർത്ഥ ദൈവപൈതലായി തീരണമെന്നുണ്ടെങ്കിൽ യേശുവിന് വേണ്ടി ഹൃദയം വിട്ടുകൊടുക്കൂ. മാനസാന്തര അനുഭവത്തിലേക്ക് വരൂ. നിന്റെ പേര് അവൻ മാറ്റിയിടും. ഇനി നിന്റെ പേര് രാജു അല്ല, ഇനി നിന്റെ പേര് റജീമല്ല, ഇനി നിന്റെ പേര് അന്നമ്മയല്ല, നിന്റെ പേര് ദൈവത്തിന്റെ പൈതൽ. I am a son of God. I am a daughter of God. ഞാൻ ദൈവത്തിന്റെ മകനാണ്, ഞാൻ ദൈവത്തിന്റെ മകളാണ്. സ്തോത്രം. മോശയുടെ കയ്യിൽ ഒതുങ്ങിപ്പോയ ഉണങ്ങിയ വടി അരിമനാഥന്റെ വാക്കിന് വിട്ടുകൊടുത്തപ്പോൾ ഓർത്തോണം, ആ ഉണങ്ങിയ വടി അവൻ കയ്യിലെടുക്കുന്നു. ആ വടി കൊണ്ട് നദിയിലെ വെള്ളത്തെ അടിക്കുവാൻ കൽപ്പിക്കുന്നു. വെള്ളം രക്തമായി മാറുന്നു. ചെങ്കലിന്റെ നേരെ നീട്ടിപ്പിടിക്കാൻ പറയുന്നു. ചെങ്കൽ 2ആയി പിളർന്നു മാറുന്നു. ഈ വടി കൊണ്ട് ഹോരേബിൽ വരുന്നു. പാറയെ അടിക്കാനായി പറയുന്നു. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുക, ഷൗട്ട് ചെയ്യുക, കുതിച്ചിയാടുക. സ്തോത്രം. ശരിക്കും പറയട്ടെ, മോശയുടെ കയ്യിൽ ഈ വടിയായി പോയിരുന്നെങ്കിൽ അത് ഉണങ്ങി, അത് നശിച്ച് മണ്ണിൽ ദ്രവിച്ചു മാറുമായിരുന്നു. ആ വടി തമ്പുരാന് വിട്ടുകൊടുത്തപ്പോൾ തമ്പുരാൻ വടി അങ്ങോട്ട് കയ്യിലെടുത്തു. അത് അത്ഭുതങ്ങൾ 1, 2, 3 ആ വടിയിൽ കൂടെ ദൈവം ചെയ്തെടുത്തു. ഒടുവില് പുറപ്പാട് പുസ്തകം 17:9 ഇങ്ങനെ വായിക്കുന്നു, ആ വടിയുടെ പേര് പോലും കർത്താവ് മാറ്റിയിട്ടു. ഇനി ഇത് മോശയുടെ വടിയല്ല, ഇത് ദൈവത്തിന്റെ വടി. ഇന്ന് രാത്രി ഓർക്കണം, മാനസാന്തരം എന്ന് പറയുന്നത് അത് സ്റ്റാറ്റസ് റിവേഴ്സൽ. ഇന്ന് വരെ ഉണ്ടായിരുന്ന നിന്റെ സ്വഭാവം, നിന്റെ ജീവിത ശൈലി, നിന്റെ പേര്, ഇത് മുഴുവൻ മാറ്റിയിടുന്ന ഒരു അനുഭവമാണ്. എന്ത്? മാനസാന്തരം എന്ന് പറയുന്ന സ്തോത്രം. അടുത്തത് മാനസാന്തരം എന്ന് പറയുന്ന റോൾ റിവേഴ്സൽ. ഇവിടെ കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. റോൾ റിവേഴ്സൽ. എന്താ റോൾ റിവേഴ്സൽ? നമ്മൾ എന്ത് ചെയ്തു വന്നോ അതെല്ലാം വിട്ടിട്ട് നേരെ വിപരീതമായി മറ്റു ചിലത് ചെയ്യുക. അതാണ് റോൾ റിവേഴ്സൽ എന്ന് പറയുന്നത്. 2 വേദഭാഗങ്ങൾ തരാം, നിങ്ങളൊന്ന് വായിച്ച് സഹായിക്കണം. 1 തിമോത്തിയോസ് 1-ാം വാക്യവും മറ്റൊരാള് 2 തിമോത്തിയോസ് 1:11 ഒന്ന് വായിക്കണം. പൗലോസിന്റെ 2 അനുഭവങ്ങൾ അവിടെ നമ്മൾ കാണുന്നത്. റോൾ റിവേഴ്സലിന് പറ്റിയ 2 വേദഭാഗങ്ങളാണ് നമ്മൾ വായിച്ച് കേൾക്കാൻ പോകുന്നത്. വായിച്ചാട്ട്. യെസ്, ആദ്യം 1 തിമോത്തി 1:13, നെക്സ്റ്റ് 2 തിമോത്തി 1:11. ശ്രദ്ധിക്കും, പൗലോസ് പറയുക, മുമ്പേ എന്ന് പറഞ്ഞാൽ ഞാൻ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ഞാൻ 3 സ്വഭാവമുള്ളവനായിരുന്നു. 1, ഞാൻ നിഷ്ഠൂരൻ. 2, ഞാൻ ഉപദ്രവി. 3, ഞാൻ ദൂഷകനായിരുന്നു. നിഷ്ഠൂരനും ദൂഷകനും ഉപദ്രവിയുമായിരുന്ന എന്നെ, നീ വായിച്ചാട്ടെ 2 തിമോത്തി 1:11. കർത്താവ് എന്താക്കി മാറ്റി? ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. നോക്കണേ, പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമാക്കി കർത്താവ് തീർത്തു. ഇതിനു മുമ്പ് എങ്ങനായിരുന്നു? ദൂഷകൻ, സ്തോത്രം, ഉപദ്രവകാരി, നിഷ്ഠൂരൻ. അങ്ങനെയായിരുന്നവനെ അവന്റെ റോൾസ് കർത്താവ് മാറ്റിവിട്ടു. മാനസാന്തരത്തോടുകൂടി ദൂഷകനായിരുന്നവനെ പ്രസംഗിയായും, ഉപദ്രവിയായിരുന്നവനെ അപ്പോസ്തലനായും, നിഷ്ഠൂരനായിരുന്നവനെ ഉപദേശകനായും ദൈവം കരമിലെടുത്തു. മാനസാന്തരത്തിങ്കിൽ റോൾ റിവേഴ്സിലാണ് നടക്കുന്നത്. ഇന്ന് വരെ ചെയ്തു വന്ന ഒന്നല്ല നീ ചെയ്യാൻ പോകുന്നത്, മറ്റൊന്ന് നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നവനായി എന്റെ കർത്താവ്. ഇതുവരെ മീൻ പിടിച്ച് പരിചയിച്ച് മുന്നോട്ട് വന്ന പത്രോസിനോട് പറയുന്നു, ഇനി നീ മീനെ പിടിക്കുന്നവരല്ല, നീ മനുഷ്യനെ പിടിക്കുന്നവരാകും. ഇതാണ് റോൾ റിവേഴ്സൽ. സഹോദര സഹോദരി, യഥാർത്ഥ മാനസാന്തര അനുഭവത്തിലേക്ക് വന്നാൽ ഇതേ നിലയിൽ കർത്താവ് നിന്നെ മാറ്റും. നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തും, നിന്റെ കുടുംബത്തിന്റെ രീതികൾക്ക് വ്യത്യാസം വരുത്തും, ജീവിത ശൈലികൾക്ക് വ്യത്യാസം വരുത്തും, നിന്റെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തും. നീ ആളുപോലും മാറിപ്പോ. ഓർത്തോണം, സ്തോത്രം, ആളുപോലും മാറിപ്പോ. ഞാൻ അടൂരടുത്ത് കിളിവേൽ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്
കർത്താവിന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അഥവാ സഭാശുശ്രൂഷയുള്ള ബന്ധത്തിലായിരിക്കുന്നത്. ഓർത്തഡോക്സുകാർ മാത്രമുള്ള ഒരിടമാണ്. കുറച്ച് നായന്മാരുമുണ്ട്. ദൈവാത്മാവ് തന്ന ഒരു നിയോഗത്തിലാണ് അവിടെ ഒരു പ്രവർത്തനം തുടങ്ങാനിടയായത്. ധാരാളം പേർ ആരാധനയ്ക്ക് ഇടദിവസങ്ങളിൽ കടന്നു വരും. ഞായറാഴ്ച ആരാധനയ്ക്ക് നമുക്കൊരു 10 കുടുംബങ്ങളോളം ഉണ്ട്. സ്തോത്രം. ആദ്യമായി കർത്താവ് ഞങ്ങൾക്ക് തന്നത് ജൂലി എന്ന് പറഞ്ഞ 27 വയസ്സുള്ളൊരു പെൺകുട്ടി. അവൾ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരിക. അവൾ സ്നാനപ്പെട്ട് കയറി വന്നു. അവിടെ വീട്ടിലൊരു പ്രാർത്ഥന വെച്ചു. അപ്പൻ ഗൾഫില്ല. അമ്മയ്ക്ക് വലിയ സന്തോഷമാണ് ഈ മാർഗത്തിലേക്ക് വരിക. അവൾ സ്നാനപ്പെട്ട സന്തോഷത്തിൽ വീട്ടിലൊരു പ്രാർത്ഥന വെച്ചു. അവിടെ കൊച്ചമ്മമാരും ഉപ്പാപ്പന്മാരും വീട്ടുകാരും നാട്ടുകാരും പലരും അതിൽ കൂടി. അവൾക്ക് സാക്ഷ്യത്തിന് സമയം കൊടുത്തപ്പോൾ അവൾ വിതുമ്പി പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞ സാക്ഷ്യം ഇതാണ്: എന്നെ നഷ്ടപ്പെട്ടു പോയ 27 വർഷത്തെ ഓർത്ത് ഞാനിപ്പോൾ ദുഃഖിക്കുകയാണ്, ഞാൻ വേദനിക്കുക. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവന്റെ കൽപ്പനയാകുന്ന സ്നാനമേറ്റ ഇത്ര വലിയ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എന്നേ സ്നാനപ്പെട്ട എന്റെ കർത്താവിനോട് ചേരുമായിരുന്നു. എന്നെ നഷ്ടപ്പെട്ടു പോയ 27 വർഷത്തെ ഓർത്ത് ഞാൻ ദുഃഖിക്കുകയാണ്. സഹോദര സഹോദരി, നിന്റെ ആയുസ് നീ പാഴാക്കരുത്. നിന്റെ ജീവിതം നീ പാഴാക്കരുത്. ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം. സമയം നിന്റെ മുമ്പിൽ നിനക്കായി കാത്തു നിൽക്കുന്നില്ല. കർത്താവിന്റെ വരവ് വാതിൽക്കലായി. ഇതുവരെ മാനസാന്തര അനുഭവം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിനായി ജീവിതത്തെ സമർപ്പിക്കുമോ? യേശു നിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് കടന്നു വരട്ടെ. യേശു നിന്റെ ജീവിതത്തിന്റെ കർത്താവായി മാറട്ടെ. അവന്റെ ജീവിതത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. അവൻ സകലത്തിനും മതിയായവനാ, വിടുവിപ്പാൻ മതിയായവനാ. സ്തോത്രം. കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സെമിനാരിയെ സംബന്ധിച്ച് വളരെ വേദന ഉണ്ടാക്കിയ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന മാസമായിരുന്നു. ഞങ്ങളുടെ സ്ഥാപനത്തിൽ BD 3-ാം വർഷം പഠിച്ചിരുന്ന ജോഫിൻ എന്ന് പറഞ്ഞ ഒരു സഹോദരന് കഴിഞ്ഞ സമ്മർ വെക്കേഷന് പുള്ളി ഓറിസയിൽ പ്രവർത്തനത്തിനായി കടന്നുപോയി. ആന്ധ്രയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന രാജീവ് പാപ്പച്ച് എന്ന് പറഞ്ഞൊരു പാസ്റ്ററേയും കൂട്ടുപിടിച്ച ഇവർ രണ്ടും കൂടെ പ്രവർത്തിക്കാൻ പോയി. ഓറിസയിൽ ചെന്നു. അവിടെ സാബു പാസ് എന്ന് പറഞ്ഞൊരു കർത്താവിന്റെ ദാസനുണ്ട്. അദ്ദേഹം മണക്കാലെ പഠിച്ചത് എന്റെ ശിഷ്യന്. പുള്ളി അവർക്ക് പ്രവർത്തനത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഇവർ 3 പേരും കൂടെ വില്ലേജുകളിൽ മറ്റുമൊക്കെ പോയി ട്രാക്ട് കൊടുത്ത് സുവിശേഷം അറിയിച്ച് പ്രവർത്തിച്ചു വരും. 1.5 മാസം പ്രവർത്തിച്ചു. ഇവർ മടങ്ങി വന്നു. സാബു വന്നില്ല. സാബു ഓറിസയിൽ തന്നെ നിന്നു. രാജു പാപ്പച്ചൻ പാസ്റ്റർ ജോഫിനും മടങ്ങി വന്നു. ഇവർക്ക് പനി കയറി പിടിച്ചു. അവരാരും അത് മനസ്സിലാക്കിയില്ല. മലേറിയാണ്. പനി കയറി പിടിച്ചു. സാബുവിനും പനി പിടിച്ചു. സാബുവിന് പനി പിടിച്ചപ്പോൾ അവൻ പോയി ട്രീറ്റ്മെന്റ് ചെയ്തു. അവനങ്ങ് രക്ഷപ്പെട്ടു. രാജു പാപ്പച്ചൻ പാസ്റ്റർ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളല്ല. പുള്ളിക്ക് പനി കയറി പിടിച്ചു. മലേറിയ എന്നൊന്നും അറിയുന്നില്ല. ഇതും കൊണ്ട് നടന്നു. ജോഫിനും പനി കയറി പിടിച്ചു. ഒരു പനി അങ്ങ് കൂടി. ഒടുവില് അമ്മ കൊട്ടിയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. 2 ആഴ്ച അവർ ട്രീറ്റ് ചെയ്തു. ഇവന്റെ നില വഷളാകുക. അപ്പോഴും ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല മലേറിയ ആണെന്നുള്ള. പനിക്ക് അവരെ ട്രീറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ മഞ്ഞപ്പിത്തം കയറി പിടിച്ചു. അത് അവൻ കിഡ്നിയെ ബാധിക്കുന്നു, ലിവറിനെ ബാധിക്കുന്നു. ഇവന്റെ നില വഷളാകുന്നു. ഇവൻ അബോധാവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു. സ്വർഗം തുറന്നു വരുന്നതും സ്വർഗീയ കാഴ്ചകൾ കാണുന്നതല്ല ഇവൻ വിളിച്ചു പറയുന്നു. മാതാവ് കൂടുണ്ട്, പിതാവ് കൂടുണ്ട്. മമ്മി ഞാൻ പോവുക, യേശുവിന്റെ അടുക്കലേക്ക് പോവുക. നില വഷളായി. അപ്പോഴും ആശുപത്രിക്കാർ വിടാനുള്ള മട്ടല്ല. അവർ പറയുന്ന പനിയ സാരമില്ലെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കുക. ഒടുവിൽ കണ്ടുപിടിച്ചത് മലേറിയാണെന്ന് കണ്ടുപിടിച്ചത് കൊട്ടിയംകാരങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ ആ കുഞ്ഞിനെയും കൊണ്ട് അവനെയും കൊണ്ട് മാതാപിതാക്കള് തിരുവനന്തപുരത്ത് കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. നേരെ ICUവിൽ കയറ്റി 48 മണിക്കൂർ ഒബ്സർവേഷൻ ഇട്ടേക്കുക. ഡോക്ടർ പറഞ്ഞു 48 മണിക്കൂർ കഴിയാൻ ഞങ്ങൾ ഈ കേസ് ഏറ്റെടുക്കത്തില്ല. വെന്റിലേറ്ററിൽ അവരിട്ടു. കാര്യം അബോധാവസ്ഥയിൽ മാറിക്കഴിഞ്ഞു. ഒരു ചലനമില്ല, അനക്കമില്ല, ഒന്നുമില്ല. വെന്റിലേറ്ററിൽ കിടക്കുക. ആ മാതാവുമായി ആ പിതാവുമായി ഞാൻ കൂടെ ബന്ധപ്പെടുന്നുണ്ട്. കാര്യം ഞാൻ കോളേജിലെ പ്രിൻസിപ്പലായതുകൊണ്ട് എനിക്ക് ഉത്തരവാദിത്വമുണ്ടല്ലോ. ഞാൻ വിളിക്കുകയും പോവുകയും കാണുകയും ചെയ്യുക. എപ്പോൾ ഫോൺ വിളിച്ചാലും ആ മാതാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്: സാറേ, അറിയാവുന്ന ദൈവമക്കളോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കണം. എന്റെ കുഞ്ഞു പോയി സാറ്, ഒരാൺകുഞ്ഞേ ഉള്ളത് പോവുക സാറേ, പ്രാർത്ഥിക്കാൻ എല്ലാവരോടും വിളിച്ചു പറ പ്രാർത്ഥിക്കാൻ. സ്തോത്രം. എനിക്കറിയാവുന്ന പരിചയമുള്ള ദൈവമക്കളെ എല്ലാം ഫോണിൽ ബന്ധപ്പെട്ട് പറഞ്ഞു പ്രാർത്ഥിക്കണം, ജോഫിന് വേണ്ടി പ്രാർത്ഥിക്കണം, ക്രിസ്ത്യനാണ് പ്രാർത്ഥിക്കണം. അങ്ങനെ നമുക്ക് കാണാൻ രാജു പാപ്പച്ചൻ പാസ്റ്റർ മരിക്കുന്നു, ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നു. സ്തോത്രം. ഇത് മാതാപിതാക്കളെ വല്ലാതെ പിടിച്ചു വലച്ചു. അവിടെ നിലമാറുകയാണ്. സ്തോത്രം. ജോബിന്റെ നില അത്യാസന്നമാണ്. ഡോക്ടർ 48 മണിക്കൂർ